അർജന്റീന ടീമിന്റെയും മെസ്സിയുടെയും കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് മറയ്ക്കാൻ വേണ്ടി ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ചില ക്രിമിനലുകളും മാധ്യമ മേഖലയിൽ വന്നിട്ടുണ്ടെന്നും അതിനെ നേരിടുമെന്നും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയില്ലെന്നും BPL കമ്പനി തന്നെ ഇത് സംബന്ധിച്ച വ്യക്തമായ വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു. കുറെ നാളുകളായി ഈ ആരോപണങ്ങൾ താൻ നേരിടുന്നുണ്ട്. തന്നെക്കുറിച്ച് നുണ പറഞ്ഞതുകൊണ്ട് അവർ രക്ഷപ്പെടാൻ പോകുന്നില്ല. തന്നെക്കുറിച്ച് പറയുന്നതിൽ ഒരു വസ്തുതയുമില്ല. തന്നെ ടാർഗറ്റ് ചെയ്യാൻ നോക്കിയാൽ അത് നടപ്പാക്കില്ലെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. നുണ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടിയുണ്ടാകും. ശബരിമല എക്സാലോജിക് മെസ്സി തട്ടിപ്പുകൾ നമ്മൾ കണ്ടു. കേരളത്തിലെ രാഷ്ട്രീയ ശുദ്ധീകരണമാണ് ലക്ഷ്യം. അതിനിടയിൽ കറപുരണ്ട മാധ്യമദല്ലാർമാരുണ്ടെങ്കിൽ അതും ശുദ്ധീകരിക്കാൻ തയ്യാറാണ്. രാഷ്ട്രീയ മാധ്യമ ശുദ്ധീകരണം ആവശ്യമാണെന്നും രാജീവ് ചന്ദ്രശേഖരൻ കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് നിങ്ങളെല്ലാവർക്കും അറിയാം. ഞങ്ങളുടെ ഒരു പൊസിഷനും ഞങ്ങളുടെ നിലപാട് ഇതിനെക്കുറിച്ച് ഇത് ശക്തമായിട്ട് ജനങ്ങളുടെ ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുന്നു. മിനിസ്റ്റർ വാസവൻജിൻ്റെ രാജി ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ദേവസ്വം ബോർഡ് പിരിച്ചുവിടാൻ സർക്കാർ അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യണം എന്ന് ഞങ്ങൾ കൃത്യമായി മുമ്പോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് ഇതിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ മുഖ്യമന്ത്രിയും CPM സർക്കാർ ശ്രമിക്കുന്നുണ്ടെന്ന് കൃത്യമായി നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. നോക്കൂ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്കാമിൽ പെടുന്ന എല്ലാവരും അത് മാധ്യമമാണോ രാഷ്ട്രീയക്കാരാണോ രാഷ്ട്രീയക്കാരുടെ മൗത്ത് പീസാണോ അവർക്ക് എല്ലാവർക്കും ഒരു ആദ്യത്തെ റെസ്പോൺസ് പറഞ്ഞാൽ ശ്രദ്ധ തിരിക്കാൻ അങ്ങോട്ട് എന്തെങ്കിലും പറയാം. ഇതൊരു പുതിയ തന്ത്രമൊന്നുമല്ല. ഇത് എത്രയോ കാലമായിട്ട് നടക്കുന്നതാ. ഇവർക്കൊരു പുതിയ തന്ത്രമായിട്ട് അവർ കാണുന്നു, അത്രേ ഉള്ളൂ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് PM ശ്രീയിൽ ഇപ്പോഴുണ്ടാകുന്ന വിവാദമെന്നും രാജീവ് ചന്ദ്രശേഖരൻ ആരോപിച്ചു. PM ശ്രീ വിവാദം ശബരിമല വിവാദങ്ങൾ വഴിതിരിക്കാനാണ്. PM ശ്രീ പദ്ധതി വായിച്ചു നോക്കിയാൽ കാര്യങ്ങൾ വ്യക്തമാണ്. 5 വർഷം അത് നടപ്പാക്കാതെ വെച്ചു. സ്കൂളുകളെയും മികവുറ്റ കേന്ദ്രമാക്കാനുള്ള പദ്ധതിയാണിത്. ഏറ്റവും ഒടുവിൽ ഒപ്പുവെച്ചിട്ട് പരസ്പരം CPM CPI പഴിചാരൽ നടക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖരൻ ആരോപിച്ചു. M5 ന്യൂസ്, തിരുവനന്തപുരം.